ഇന്ത്യയിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകൾ വഴി 3000 കോടിയിലധികം രൂപയാണ് തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കിയത്. എത്ര? 3000 കോടി രൂപ. ഇത് കേട്ട സുപ്രീം കോടതി പോലും ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു. തട്ടിപ്പുകൾ വിവിധ തരത്തിലാണ്. ഡിജിറ്റൽ അറസ്റ്റ്, ഹണി ട്രാപ്പ്, OTP തട്ടിപ്പ്, അങ്ങനെ പലതും. തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പ്രധാന കേന്ദ്രം. പ്രത്യേകിച്ചും സൈനിക ഭരണത്തിന് കീഴിലുള്ള മ്യാൻമർ തട്ടിപ്പിനിരകളാക്കുന്നു എന്നതിന് പുറമെ മറ്റു ജോലികൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ ഈ തട്ടിപ്പുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പറഞ്ഞ തട്ടിപ്പ് സംഘങ്ങൾ. അതും വമ്പൻ സായുധ സുരക്ഷാ സംവിധാനങ്ങളുള്ള കേന്ദ്രങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് തടയിടുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. മ്യാൻമറിലെ മയവാടി ടൗൺ പ്രവിശ്യയിലെ KK സൈബർ പാർക്കാണ് അതിലേറ്റവും കുപ്രസിദ്ധം. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത്. സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് KK സൈബർ പാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ നാട്ടിലേക്ക് എത്തിച്ചത്. ഏകദേശം 465 പേരാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. മ്യാൻമർ തായ്ലൻഡ് അതിർത്തിയിലാണ് കുപ്രസിദ്ധമായ KK പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. യുദ്ധപ്രഭുവായ സോ ചിട്ടു നേതൃത്വം നൽകുന്ന ബോർഡർ ഗാർഡ് ഫോഴ്സ് എന്ന സായുധ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ മേഖല. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിന്റെ തലവൻ മിൻ ഓങ് ലൈങ്ങുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഇയാൾ. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനം അനധികൃതമായി ഉപയോഗിച്ചാണ് KK പാർക്കിലെ തട്ടിപ്പുകൾ അത്രയും നടക്കുന്നത്. ജയിലുകൾ പോലെയുള്ള ഈ കോമ്പൗണ്ടിലേക്ക് വന്നുപെട്ടാൽ പിന്നീടൊരു തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടേറിയതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ തൊഴിൽ പരസ്യങ്ങൾ നൽകിയാണ് ഇവിടേക്കുള്ള റിക്രൂട്ടിംഗ് നടക്കുന്നത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാതെ ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും യുവാക്കൾ എത്തുന്നത്. മ്യാൻമറിലേക്ക് നേരിട്ടല്ല, ബാങ്കോക്ക് കേന്ദ്രീകരിച്ചാണ് റിക്രൂട്ട്മെന്റ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗമാണ് ആളുകളെ KK സൈബർ പാർക്കിലേക്ക് എത്തിക്കുന്നത്. സായുധ സംഘങ്ങൾ കാവൽ നിൽക്കുന്ന വലിയ സുരക്ഷാ മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് KK സൈബർ പാർക്ക് എന്ന തട്ടിപ്പ് കേന്ദ്രം. ഇവിടെ എത്തിക്കുന്നവരിൽ നിന്ന് ആദ്യം പിടിച്ചെടുക്കുന്നത് അവരുടെ പാസ്പോർട്ടുകളാണ്. തട്ടിക്കൊണ്ടുവന്നവരോട് അവരെ അടിമക്കച്ചവടം പോലെ പണം നൽകി വാങ്ങിയതാണ് എന്നാണ് ധരിപ്പിക്കുക. ആ കടം വീട്ടാൻ വേണ്ടി ദിവസം 12 മണിക്കൂർ വീതം പണിയെടുക്കണമെന്നും ആവശ്യപ്പെടും. ഇതിനെ എതിർക്കുന്നവർക്ക് കടുത്ത പീഡനങ്ങളാണ് സഹിക്കേണ്ടി വരിക എന്നാണ് റിപ്പോർട്ടുകൾ. അടിക്കുക, ഷോക്ക് ഏൽപ്പിക്കുക, പട്ടിണിക്കിടുക തുടങ്ങി നിരവധി പീഡനങ്ങൾ അങ്ങനെയുള്ളവർക്ക് സഹിക്കേണ്ടി വരും. പിഗ് ബുച്ചറിംഗ് പോലെയുള്ള തട്ടിപ്പുകളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത്. ഏതാണ്ട് ഹണി ട്രാപ്പ് പോലെയുള്ള പരിപാടി. പ്രണയം നടിച്ച് ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം അവരെ കൊണ്ട് വ്യാജ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തിപ്പിക്കും. ആദ്യം ചെറിയ ലാഭവിഹിതമൊക്കെ നൽകുമെങ്കിലും വൻ തുക നിക്ഷേപിക്കുന്നതോടെ അതെല്ലാമായി തട്ടിപ്പുകാർ മുങ്ങും. ഇതാണ് ഒരു രീതി. പോലീസായും ED ആയും ഒക്കെ ചമഞ്ഞുള്ള തട്ടിപ്പുകളും ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചൈനക്കാരെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് 110ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ശതകോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇക്കൂട്ടർ തട്ടിയെടുക്കുന്നത് എന്നാണ് UN-ന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ തട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം നികുതി എന്ന പേരിൽ സൈനിക ഭരണകൂടത്തിനും നൽകുന്നുണ്ട് എന്നാണ് വിവരം. അതിനാലാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സൈനിക ഭരണകൂടം തന്നെ ഒരുക്കി നൽകുന്നത്.